അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അവരുടെ പത്നിയാണ് പാടിക്കുറ്റി അന്തർജനം അഥവാ പാർവതി അന്തർജനം. ശിവഭക്തരായ അവർ ഒരുപാട് നേർച്ചകൾ നേർന്നു. ഒരു കുട്ടിക്കായി പ്രാർത്ഥിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനത്തിനു ശിവദർശനം കണ്ടുവെന്നും അരുവിയിൽ കുളിച്ചുകയറവേ പെട്ടെന്ന് കൽപ്പടവിൽ ഒരു കുഞ്ഞു പൂമെത്തയിൽ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും കിടക്കുന്നതും കണ്ടു. ആ കുട്ടിയെ കൈകളിലെടുത്തു. അന്വേഷിച്ചു. ചുറ്റും നോക്കിയെങ്കിലും ആരും ആ കുട്ടിയുടെ അടുത്തില്ലായിരുന്നു. ആ കുട്ടിയെ മാറോടണച്ച് അവർ വീട്ടിലെത്തി. അയ്യങ്കര വാഴുന്നവരും പാടിക്കുറ്റി അന്തർജനവും സ്വന്തം മകനെ വളർത്തി. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്പും വില്ലുമെടുത്ത് താഴ്ന്ന ജാതിക്കാരോടൊപ്പം വേട്ടയാടാൻ പോകുകയും അങ്ങനെ കിട്ടുന്ന മാംസം ചുട്ടു ഭക്ഷിക്കുകയും കള്ള് കുടിക്കുകയും ചെയ്തു തുടങ്ങി. ഇതറിഞ്ഞ അയ്യങ്കര വാഴുന്നവരും ഭാര്യയും മാംസഭോജനവും വേട്ടയും ഉപേക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചുവെങ്കിലും മകൻ ചെവി കൊണ്ടില്ല. മകനോടുള്ള സ്നേഹം നിമിത്തം മകനോട് ഒന്നും പറയാതെ അയ്യങ്കര വാഴുന്നവർ നിരാശരായ ഭാര്യയായ പാടിക്കുറ്റിയോട് പറഞ്ഞു, "നിന്റെ മകൻ നമ്മുടെ ആചാരങ്ങൾക്ക് എതിരു നിൽക്കുന്നു. ഇത് ഇവിടെ പറ്റില്ല. അവനെ ഇവിടെ നിന്നും പുറത്താക്കേണ്ടി വരും." അതു കേട്ടുകൊണ്ട് വന്ന ആ മകൻ ഉടനെ പൂജാമുറിയിലേക്ക് കയറിയപ്പോൾ താനെ കതകടഞ്ഞു. വിഷണ്ണനായ പാടിക്കുറ്റി അന്തർജനം തുടർച്ചയായി കരഞ്ഞുകൊണ്ട് മകനോട് കതക് തുറക്കുവാൻ ആവശ്യപ്പെട്ടു. അമ്പും വില്ലും അണിഞ്ഞ് കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി തൻ്റെ വിശ്വരൂപം കാട്ടിനിന്നു ആ മകൻ. ഇത് ഒരു സാധാരണ കുട്ടിയല്ലെന്ന് മനസ്സിലാക്കിയ അവർ തൊഴുകൈയോടെ പോകരുതെന്ന് അപേക്ഷിച്ചുവെങ്കിലും പിതാവായ അയ്യങ്കര വാഴുന്നോർക്കിനി വിഷമമായി താനിവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് യാത്രയാകുവാൻ തിരിഞ്ഞു. അപ്പോൾ പാടിക്കുറ്റി അമ്മ മകനോട് തൃക്കണ്ണു തുറന്നു നിൽക്കുന്ന നിന്റെ മുഖത്ത് നോക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതിനാൽ നിന്നെ എനിക്ക് കാണുന്നതിനായി പൊയ്ക്കണ്ണു ധരിക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. അതിന് പ്രകാരം പൊയ്ക്കണ്ണു ധരിച്ചു അമ്മയ്ക്കു മുന്നിൽ നിന്ന് അവരെ അനുഗ്രഹിച്ചു മുത്തപ്പൻ യാത്രയായി. അയ്യങ്കരയിൽ നിന്നു യാത്രയായി കുന്നത്തൂരെത്തിയ ആ ദിവ്യശക്തി അവിടെ തങ്ങി. അവിടെ പനമരത്തിലെ കള്ള് ചെത്തിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ചന്ദൻ എന്ന കള്ളുചെത്തുകാരൻ്റെ തൻ്റെ കള്ളിൽ നിന്നും രാത്രി മോഷണം പോകുന്നതായി അറിഞ്ഞു. ഒരു ദിവസം അയാൾ അമ്പും വില്ലുമെടുത്ത് രാത്രി പനകൾക്ക് കാവലിരുന്നു. കാവലിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ ഒരാൾ പനയിൽ കയറി കള്ള് കുടിക്കുന്നതു കണ്ടു. അയാളെ ചീത്ത വിളിച്ച് എഴുതിടാനായി അമ്പു തൊടുക്കുമ്പോൾ കണ്ണുമിഴിക്കുകയും ചന്ദൻ അവിടെ കൽപ്രതിമയായി മാറുകയും ചെയ്തു. ചന്ദന് തിരക്കി വന്ന ഭാര്യ കല്ലായി മാറിയ ചന്ദനെയും പനയ്ക്കു മുകളിൽ ഇരുന്നു കള്ളു കുടിക്കുന്ന വൃദ്ധനായ ഒരാളെയും കണ്ടു. ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു തൻ്റെ ഭർത്താവിൻ്റെ അപരാധം ക്ഷമിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആ ദിവസം സ്വരൂപം ചന്ദൻ്റെ ജീവൻ തിരിച്ചു നൽകി എഴുന്നേൽപ്പിച്ചു. അവരാണ് ആദ്യം മുത്തപ്പനെ പൈങ്കുറ്റി നേർന്നത്. അവർ കള്ളും പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും നൈവേദ്യമായി അർപ്പിച്ചു. അങ്ങനെ മുത്തപ്പൻ കുന്നത്തൂർ വസിക്കണമെന്ന് അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അതാണ് കുന്നത്തൂർ പാടി. അവിടെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പൊയ്ക്കണ്ണണിഞ്ഞ മുത്തപ്പനു തുണയായി വിഷ്ണു ചൈതന്യമായി വെള്ളാട്ടം പ്രത്യക്ഷപ്പെടുകയും മുത്തപ്പൻ്റെ കൈ പിടിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. തൻ്റെ അവതാര ലക്ഷ്യത്തിനായി മുത്തപ്പൻ പിന്നെ കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരമ്പു തൊടുക്കുകയും അത് പറച്ചിങ്ങ തിന്നുന്ന, അതായത് മുള്ളുള്ള ഒരു തരം ചെടിയാണ്, പുഴക്കരയിൽ വളരുന്നു. ഇത് പ്രദേശത്ത് ഒരു മരത്തിൻ തറയ്ക്കുകയും ചെയ്തു. അങ്ങനെ കുന്നത്തൂർ പാടിയിൽ നിന്നും മുത്തപ്പൻ പറശ്ശിനിയിലേക്ക് തിരിച്ചു. പറച്ചിങ്ങ തിന്നുന്ന പ്രദേശമായതിനാൽ അതുകൊണ്ടാണ് പറശ്ശിനിക്കടവ് എന്ന പേര് വന്നതും. അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടു നടക്കുന്ന ഒരു വണ്ണാൻ ഒരു മരത്തിൽ തറച്ചിരിക്കുന്നത് അമ്പ് കാണുകയും അതിൽ അപാരമായ ദിവ്യപ്രകാശം ചൊരിയുന്നതായി കണ്ടപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയായ തീയ സമുദായത്തിലെ കാരണവരോട് സംഭവം ഉണർത്തിക്കുകയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവിടെ പ്രശ്നവിധികൾ ചെയ്തപ്പോൾ അത് മുത്തപ്പൻ ദൈവത്തിൻ്റെ ചൈതന്യമാണ് അതെന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറയുകയുണ്ടായി. അതിന് പ്രകാരം കാരണവർ ക്ഷേത്രം കെട്ടുകയും അവിടെ വരുന്ന സർവ്വരെയും മുത്തപ്പൻ്റെ അതിഥികളായി സൽക്കരിക്കുകയും ചെയ്യുന്നു. മഹാശക്തിയുള്ള ദൈവമാണ് മുത്തപ്പൻ. മത്സ്യകാര കിരീടം ധരിച്ചതാണ് തിരുവപ്പന അഥവാ മുത്തപ്പൻ. വെള്ളാട്ടം മുത്തപ്പനും സഹായിയായി വന്നതും. ചുരുക്കത്തിൽ ശിവവിഷ്ണു ചൈതന്യ സങ്കല്പമാണ് കലിയുഗത്തിലെ ദൈവമായി ഭക്തരെ അനുഗ്രഹിക്കുന്ന തേജോരൂപമായ ശ്രീ മുത്തപ്പൻ്റേത്. ഇന്നും ഇവിടെ പഴംകുറ്റിയും കള്ളും മീനുമൊക്കെയാണ് നൈവേദ്യം. നായാട്ടിനു മുത്തപ്പൻ്റെ ഒപ്പം കൂടിയ നായ്ക്കൾക്ക് ആദ്യം ക്ഷേത്രത്തിലെ പ്രസാദം നൽകപ്പെടുന്നു.
പറശ്ശിനിയിൽ എല്ലാ ദിവസവും സൗജന്യമായി ചായയും ചെറിയ ഇലക്കഷണത്തിൽ വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ഉണ്ടാകും. അപാരമായ സ്വാദാണതിന്. എത്ര അതിഥികളുണ്ടായാലും അവർക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. ദിവസവും ചിലപ്പോൾ 7000-ഉം 8000-ഉമൊക്കെ ആൾക്കാർ ഉണ്ടാകും. എന്നാലും എല്ലാവർക്കും നിത്യവും മുടങ്ങാതെ സൗജന്യമായി ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ചോറുമുണ്ട്. ജാതിഭേദമന്യേ ആർക്കും ഒരു തടസ്സവുമില്ലാതെ പോകാവുന്ന സ്ഥലമാണ് പറശ്ശിനി മടപ്പുര. മടപ്പുരയിലെ കാര്യങ്ങൾ നോക്കുന്നയാളെ മടയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടത്തെ പ്രസാദം കഴിച്ചാൽ വയറും മനസ്സും കുളിർക്കും. എല്ലാവർക്കും പറശ്ശിനി മുത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പറശ്ശിനി മുത്തപ്പൻ്റെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.